സ്കൂൾ അടച്ചിരിക്കുന്നത് കാരണം കുട്ടികൾ എപ്പോഴും വീട്ടിലുണ്ട്. അവർക്ക് വൈകുന്നേരങ്ങളിൽ സ്പെഷ്യലായിട്ട് എന്തേലും കഴിക്കാൻ വേണം. ദിവസവും ഈ സ്പെഷ്യൽ ഉണ്ടാക്കാൻ നമ്മൾ എവിടെ പോകുമല്ലേ. എന്നാൽ ഇന്ന് അങ്ങനെ ഒരു ഐറ്റമാണ്, അതും ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ. എങ്ങനെയാണെന്ന് നോക്കിയാലോ. നമുക്ക് ആദ്യം കുറച്ച് ശർക്കരപ്പാനി വേണം. ഞാനിപ്പോൾ ഒരു ഉണ്ട ശർക്കര എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 200-250 ഗ്രാമോളം ശർക്കര വരും കേട്ടോ. അതിനെ പൊടിച്ചിട്ട് കൊടുത്തിട്ട് ഒരു അരക്കപ്പ് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് ഉരുക്കി അരിച്ചെടുക്കണം. ശർക്കരപ്പൊടിയാണെങ്കിൽ ഒരു 3/4 കപ്പോളം ശർക്കരപ്പൊടി എടുത്ത് വെച്ചിരുന്നാൽ മതി. ശർക്കരപ്പൊടി അങ്ങനെ ഉരുക്കണമെന്നോ അതിൽ പൊടിയോ മണ്ണോ അങ്ങനെയൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ കുഴപ്പമില്ല. ശർക്കരപ്പാനി റെഡി ആയിട്ടുണ്ട്. അതിനെ അവിടെ തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി മറ്റൊരു പാനിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് തേങ്ങാക്കൊത്ത് കടിക്കുന്നത് ഇഷ്ടമല്ല, ചില കുഞ്ഞുങ്ങൾക്ക് അതൊന്നും ഇഷ്ടപ്പെടില്ല. അങ്ങനെയാണെങ്കിൽ തേങ്ങാക്കൊത്ത് ഒഴിവാക്കാം. എന്നിട്ട് കാഷ്യൂവും റൈസിൻസും മാത്രം ചേർക്കാം. ഞാനിപ്പോൾ റൈസിൻസ് ചേർക്കുന്നില്ല, കാരണം എൻ്റെ മഹാറാണിക്ക് മുന്തിരിങ്ങ ഒന്നിലും കടിക്കുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് അത് ഞാനങ്ങ് ഒഴിവാക്കിയിട്ടുണ്ട്. ഈ തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും നന്നായിട്ടൊന്ന് റോസ്റ്റായി കഴിഞ്ഞപ്പോൾ ആ ബാക്കിയുള്ള നെയ്യിലേക്ക് നമുക്ക് ഒരു നേന്ത്രപ്പഴം അരിഞ്ഞ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് മാത്രം ഞാൻ ചേർത്തന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ ഈ പഴമൊക്കെ തീറ്റിക്കണമല്ലോ, അതിനുള്ള ഓരോ വഴികളുമാണ്. പഴം ഒരുപാടങ്ങ് ഉടഞ്ഞു പോകുമെന്നും വേണ്ട, ജസ്റ്റ് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ ഈ പാനിൻ്റെ അവസ്ഥ കണ്ട് ആരും ദുഃഖിക്കേണ്ട കേട്ടോ. അത് കുറച്ച് നേരം വെള്ളം ഒഴിച്ച് വെക്കുമ്പോൾ അതങ്ങ് റെഡി ആയിക്കോളും. ഇനി നമുക്ക് വേണ്ടത് പച്ചരിയാണ്. 1 കപ്പ് പച്ചരി ഞാനിപ്പോൾ ഒരു 3-4 മണിക്കൂറോളം വെള്ളത്തിലിട്ട് നന്നായിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. എന്തായാലും നമുക്ക് വൈകുന്നേരം സ്നാക്ക് ഉണ്ടാക്കണമെന്നറിയാം. അപ്പോൾ രാവിലെ അടുക്കളയിൽ കയറുന്ന സമയത്ത് തന്നെ 1 കപ്പ് പച്ചരി നന്നായിട്ട് കഴുകി വെള്ളത്തിലിട്ട് വെച്ചിരുന്നാൽ വൈകുന്നേരം ആകുമ്പോഴേക്കും നന്നായിട്ട് കുതിർന്നിരിക്കും. ഇനി ഇതിനെ നമുക്ക് ആ വെള്ളമൊക്കെ കളഞ്ഞിട്ട് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് ചേർത്തതിന് ശേഷം 1 കപ്പ് ചിരകിയ തേങ്ങ ചേർക്കുന്നുണ്ട്. തേങ്ങ ഫ്രഷായിട്ട് ചിരകിയ തേങ്ങയാണ്, അതുകൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 3/4 കപ്പോളം ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശർക്കരപ്പാനി നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രമേ ഇതിലേക്ക് ഒഴിക്കാൻ പാടുള്ളൂ കേട്ടോ. ഒരു 3/4 കപ്പോളം ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് 2 നുള്ളു ഉപ്പ് ചേർക്കുന്നുണ്ട്. മധുരം ചേർക്കുന്ന ഏത് സാധനമായാലും അതിൽ കുറച്ച് ഉപ്പ് ചേർക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആയി കിട്ടും. ഇതെല്ലാം കൂടിയിട്ട് നല്ലതുപോലെ നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കണം. പിന്നെ ഈ ചില മിക്സി പെട്ടെന്ന് ചൂടാവും, അപ്പോൾ നമ്മുടെ ഈ ബാറ്റർ ചൂടാവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ കുറച്ച് നേരത്തെ ശർക്കരപ്പാനി ഒന്ന് തണുപ്പിച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയോ അല്ല എങ്കിൽ നമ്മുടെ അരി ഒന്ന് കുതിർന്ന് കഴിയുമ്പോൾ അതിനെ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അരയ്ക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മാവ് ചൂടാകാതെ കിട്ടും. നമ്മൾ ഇഡ്ഡലിക്കോ ദോശയ്ക്കോ ഒക്കെ അരയ്ക്കുമ്പോഴും അങ്ങനെ ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി നമ്മുടെ മിക്സിയുടെ ജാറിലൊന്ന് കലക്കിയിട്ട് അതും കൂടി ഒഴിച്ചിട്ടുണ്ട്. ഇതുപോലെ നല്ലൊരു ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ് നമ്മുടെ ബാറ്ററിന് വേണ്ടത്. ഇനി ഇതിലേക്ക് നമ്മൾ ഏലക്കാപ്പൊടി ചേർത്തില്ലായിരുന്നു, ഒരു 1/2 ടീസ്പൂണോളം ഏലക്കാപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്കയാണുള്ളതെങ്കിൽ ഒരു 2-3 എണ്ണത്തിൻ്റെ കുരു നമ്മൾ അരി അരയ്ക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ കൂടെ ഇട്ട് അരച്ചെടുത്താൽ മതി. ഏലക്കാപ്പൊടി കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കണം. ഒരു 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ഞാനിപ്പോൾ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ബേക്കിംഗ് സോഡ ചേർക്കാൻ താല്പര്യമില്ല എങ്കിൽ കുറച്ചധികം നേരം ഇതിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ടി വരും. ബേക്കിംഗ് സോഡ ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ബേക്കിംഗ് സോഡ കട്ട കെട്ടി കിടക്കാനുള്ള സകല സാധ്യതകളും ഉണ്ട്. അപ്പോൾ അതൊന്ന് ഒഴിവാക്കാനായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പഴം ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ തേങ്ങാക്കൊത്തും കശുവണ്ടിയും കൂടെ ഉള്ളത് പകുതി മാത്രം ചേർക്കുന്നുള്ളൂ. ബാക്കി നമുക്ക് ഗാർണിഷിങ്ങിനായിട്ട് മാറ്റി വയ്ക്കാം. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി ഇതിനെ കുക്ക് ചെയ്യാനായിട്ട് തുടങ്ങാം. ഞാനിപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ ബൗൾസിലാണ് കുക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് നമ്മുടെ സാധാരണ ചോറുണ്ണുന്ന സ്റ്റീൽ പാത്രം ഉണ്ടല്ലോ, അതിൽ ഒഴിച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ സ്കൂളുകളിൽ ചോറ് കൊണ്ടുപോകുന്ന ചോറ്റുപാത്രം ഉണ്ടല്ലോ, അതിൽ കുക്ക് ചെയ്താലും മതിയാകും. ഞാനിപ്പോൾ ഈ 4 എണ്ണത്തിലും നന്നായിട്ട് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഏകദേശം ഒരു 3/4 ഭാഗത്തോളം ബാറ്റർ ഒഴിക്കുന്നുണ്ട്. ഇതങ്ങ് ഒരുപാട് പൊങ്ങി വരുമൊന്നുമില്ല, എന്നാലും 3/4 ഭാഗം മാത്രം നമ്മൾ ഒഴിച്ചാൽ മതി. എന്നിട്ട് കുറച്ച് ഗാർണിഷിങ് പരിപാടികളും കൂടെ കഴിഞ്ഞിട്ട് സ്റ്റീമറിൽ വെള്ളം തിളച്ച് കഴിഞ്ഞപ്പോൾ അതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള മാവിനെ ഞാനൊരു കുഞ്ഞു പാത്രത്തിലും കൂടി ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അടച്ചു വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ 20-25 മിനിറ്റ് അത്രയാകുമ്പോഴേക്കും കുക്കായി കിട്ടും. എനിക്കൊരു 15 മിനിറ്റ് ആയപ്പോൾ തന്നെ ഞാൻ തുറന്ന് നോക്കി, ആ മുകൾ ഭാഗത്തിരുന്ന ആ ചെറിയ പാത്രത്തിൽ അത് പെട്ടെന്ന് കുക്കായിട്ടുണ്ടായിരുന്നേ. പിന്നെ ഒരു 20 മിനിറ്റ് ആയപ്പോൾ തുറന്ന് നോക്കിയിട്ട് ഒന്ന് കുത്തി നോക്കിയപ്പോൾ ചെറുതായിട്ടൊന്ന് പറ്റി പിടിക്കുന്നുണ്ട്. പിന്നെ ഞാനൊരു 5 മിനിറ്റ് കൂടി അടച്ച് വെച്ചിരുന്നപ്പോൾ
കറക്റ്റായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. നല്ല ചൂടോടുകൂടി തന്നെ നമുക്കിതിനെ ഡീമോൾഡ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ആ പാത്രം കയ്യിൽ പിടിക്കാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് ചൂടാണ്. ചെറുതായിട്ടൊന്ന് ചൂടാറി തുടങ്ങുമ്പോൾ തന്നെ അതിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ വിട്ട് വരും. അപ്പോൾ നമുക്ക് കയ്യിലേക്ക് ഇങ്ങനെ കമിഴ്ത്തി വെക്കുക. ഒരു തട്ട് കെട്ടുമ്പോൾ തന്നെ അതിന് ഡീമോൾഡായി കിട്ടും, പാത്രത്തിൽ പറ്റി പിടിക്കുകയോ ഒന്നും ചെയ്യില്ല. പിന്നെ എൻ്റെ ഏതോ ഒരു വീഡിയോയിൽ ആരോ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, സംസാരം കുറച്ചൊന്ന് കുറയ്ക്കണമെന്നേ. നമ്മളിപ്പോൾ ഒരു റെസിപ്പി ചെയ്യുമ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ അത് കാണുമ്പോൾ അവർക്കത് മനസ്സിലാകണമല്ലോ. ആ റെസിപ്പി മനസ്സിലാകാതെ നമ്മൾ ചെയ്യുന്നത് കൊണ്ട് എന്താണ് അതിലൊരു ഗുണം ഉണ്ടാവുക? അപ്പോൾ തുടക്കക്കാരായ ആൾക്കാർക്ക് നന്നായിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് കാര്യങ്ങൾ വിശദമായിട്ട് പറയുന്നത് കേട്ടോ. ഇത് നമ്മുടെ ആദ്യം ചെറിയ പാത്രത്തിലിരുന്നത് കുക്കായത് നന്നായിട്ട് തണുത്തിട്ടുണ്ടേ. അത് പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ വലിയ പാത്രത്തിൽ വെച്ചാലും നമുക്ക് കുറച്ചുകൂടി നേരത്തെ കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെയുണ്ട് കേട്ടോ. ഇനി നമുക്കിതിനെ ഒന്ന് മുറിച്ച് നോക്കിയാലോ. നല്ല അടിപൊളി ടേസ്റ്റാണ്, നല്ല സോഫ്റ്റായിട്ടുള്ള ഒരു സ്നാക്കാണ്. ഇതിപ്പോൾ അത്യാവശ്യത്തിനുള്ള മധുരം മാത്രമേ ഉള്ളൂ കേട്ടോ, ഒരുപാട് മധുരമൊന്നുമില്ല. നമ്മൾ ബാറ്റർ മിക്സ് ചെയ്തതിന് ശേഷം ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ മധുരം കുറവാണ് എന്ന് തോന്നുകയാണെങ്കിൽ ഒന്നുകിൽ ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ബാറ്റർ ഒരുപാട് ലൂസായി പോകാതിരിക്കാൻ വേണ്ടി പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതിയാകും. അങ്ങനെ ആകുമ്പോൾ പഞ്ചസാര ആകുമ്പോൾ നമ്മുടെ ആ ഒരു ശർക്കരയുടെ കുത്തും ഒന്ന് ഒഴിവായി കിട്ടും, ബാറ്റർ ഒരുപാട് ലൂസായി പോവുകയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചോളുക. വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരെ ബൈ.